എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതം തന്നെ ഇപ്പോ വല്ലാത്തൊരു സംശയത്തിലായിരിക്കും ശിവാനി. വേറെ ആരുടെയോ ജീവിതത്തിൽ ഞാനൊരു ഭാഗമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാം. ഇത്രയും നാൾ ഞാൻ എന്റെ അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്നിട്ട് ഒപ്പം വളർന്നിട്ട് ഇപ്പോൾ അവരുടെ ആരുമല്ല മറ്റാരും ആണ് എന്റെ അച്ഛനമ്മമാരെന്ന് അറിയുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ആയിരിക്കുന്ന സ്ഥലം എന്റേതല്ല, മറ്റേതോ ആണ് എന്റെ സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഇതൊക്കെ ശിവാനി? തൃശൂൽ, കൂടുതൽ അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും കണ്ടൊന്ന് സംസാരിച്ചാൽ മതിയാകും. വാ, നമുക്ക് പോവാം. ശിവാനി പ്ലീസ്, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്ക്. എനിക്ക് കുറച്ച് സമയം വേണം. ഗുരുദേവന്റെ അടുത്ത് ചെന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ നീയാണ് ആദിശേഷൻ എന്ന് നിനക്ക് മനസ്സിലാകും. പക്ഷെ നീ അതിന് സമ്മതിക്കുന്നില്ലല്ലോ തൃശൂൽ. മഹാദേവ, എത്രയും പെട്ടെന്ന് തൃശൂലാണ് ആദിശേഷൻ എന്ന് അവൻ അറിയാനിടയാവണേ. യജമാനെ, അനിഷ്ടം സംഭവിച്ചിരിക്കുന്നു. എന്തനിഷ്ടമാണ് സംഭവിച്ചത് ചന്ദ്രകാസ? നമുക്കിനി നല്ല കാലമില്ല. ഭൂലോകത്തു നിന്നും തിരികെ പോകാനുള്ള സമയം അടുത്തെന്നാണ് തോന്നുന്നത്. അതിനിപ്പോ എന്തുണ്ടായി ചന്ദ്രഹാസ? തൃശൂരിൽ വിശേഷമായിട്ടുള്ള ചില ശക്തികൾ കണ്ടുറങ്ങിയിരിക്കുന്നു. അവൻ ആദിശേഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നീ പറയുന്നത് ചന്ദ്രകാസ? തൃശൂൽ ഒരു കാരണവശാലും ആദിശേഷനായി മാറാൻ യാതൊരു സാധ്യതയുമില്ല. അവനിൽ വിശേഷകരമായ ശക്തികൾ ഒന്നും തന്നെ വരാൻ സാധ്യതയില്ല. അയ്യോ, അങ്ങനെ കരുതിയിരിക്കുന്നത് നമ്മുടെ മണ്ടത്തരമാണ്. അവനുള്ള ശക്തി കൊണ്ട് ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തടയാൻ സാധിക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തെ പോലും അവന് തടഞ്ഞു നിർത്താൻ സാധിക്കും. ഇതെങ്ങനെയാണ്? ഇതുവരെ ഇല്ലാത്ത ശക്തികൾ അവനിൽ വരാൻ സാധ്യത? അറിയില്ല. അവനിൽ പൂർവ്വജന്മത്തിലെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുവാൻ ഇടയായോ ചന്ദ്രകാസ? ഇല്ല. എന്ന് വെച്ചാൽ തൃശൂൽ ആദിശേഷനായി മാറിയിട്ടില്ല. അവനെങ്ങാനും ആദിശേഷനായി മാറിയിരിക്കുമെന്ന് പേടിച്ചിരിക്കുന്നു. ഇത് ആശ്വസിക്കാനുള്ള സമയമായിട്ടില്ല വിശാരി. അങ്ങനെ ആദിശേഷന്റെ ഓർമ്മകൾ തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ തൃശൂലിനെ എതിർക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരിക്കും. അവനിൽ ഏതോ വിശേഷ ശക്തി വന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ശക്തി അവനിൽ എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നിഗൂഢ ശക്തി എവിടുന്നാണെന്ന് അറിയാതെ നമുക്കൊരു ചൂട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. എല്ലാവരും ശ്രദ്ധയോടെ നിൽക്കണം. വളരെ ആലോചിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഓർമ്മയിരിക്കട്ടെ. ഒന്നും ആലോചിക്കേണ്ടതില്ലച്ച. ഗരുഡ ഗമനമാണ് തീക്ഷ്ണ ഗമനം എന്ന് പറയും. അങ്ങനെയുള്ളപ്പോ വെറുതെ വിടുവന്നോ? ഉറപ്പായും കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ചേ മതിയാകൂ. അതിനായി നിങ്ങൾ ഗരുഡഗമനം വളരെയധികം കൂട്ടേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആദിശേഷനെയും ഇച്ഛാധാരി നാഗറാണെയും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് ഓർമ്മ വേണം. എന്താ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. മുഴുവൻ കൺഫ്യൂഷൻ മാത്രം. ഇതിനുള്ള ഉത്തരമൊക്കെ ആരാ എനിക്ക് പറഞ്ഞു തരാ? നിന്റെ ചോദ്യത്തിന് വേറെ ഉത്തരമില്ല. ചോദ്യവും നീ തന്നെ, അതിന്റെ ഉത്തരവും നീ തന്നെ. ജയ് ഭോലേനാഥ്. ജയ് ഭോലേനാഥ്. കഴിഞ്ഞ 23 സംവത്സരങ്ങൾ കൊണ്ട് നിനക്കായി മൂങ്ങയെ പോലെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇന്ന് ആ പരമേശ്വരൻ തന്നെ നിന്നെ എന്റെ മുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. ജയ് ഭോലേനാഥ്. 23 വർഷം ഞാൻ സംരക്ഷിച്ച സ്വത്താണത്. ആരാ നിങ്ങള്? നീ ശിവാംശ സംഭൂതനാണ്.
ഞാൻ പരമശിവന്റെ ഭൂതമാണ്. ആരാണ് ശിവൻ? ശിവൻ ശിവനെ അറിയാത്തവൻ ജീവനുള്ള ശവമാണ്. ആ ശിവൻ സകല ചരാചരങ്ങളുടെയും ഉടയവൻ, ശങ്കരൻ, ശശിധരൻ, മഹാബലേശ്വരൻ, കരുണാസാഗരൻ, മഹാമഞ്ജുനാഥേശ്വരൻ, ഹിമഗിരിവാസൻ, കൈലാസനാഥൻ, വിശ്വനാഥൻ, മഹാമഞ്ജുനാഥേശ്വരൻ. അവൻ പ്രസാദിച്ചാൽ ഉണങ്ങിയ മരവും പുഷ്പിക്കും. അവൻ കോപിച്ചാൽ ഈ 14 ലോകവും ഭസ്മമാകും. നിന്നെ സത്യം ബോധ്യപ്പെടുത്തുവാൻ ആ കാലഭൈരവൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ എത്തിയത്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരേണ്ട സമയമാണ്. എന്ത് സമയം? നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവേയില്ല. നോക്കി, വേറെ ആരാണെന്ന് കരുതി നിങ്ങൾ വെറുതെ എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ മറ്റൊരുത്തനല്ല, വേറൊരു ലോകത്തിന്റെ ഉടയവനാണ് നീ. നിന്റെ പേര് ശിവന്റെ ആയുധമെന്നല്ല, നാഗചൈതന്യമായ അനന്ത പത്മനാഭൻ ആഗ്രഹിച്ച നാമമാണ് നീ. ഇത് നിന്റെ പുനർജന്മമാണ്. എന്ത് പുനർജന്മം? അതെ, ഇത് നിന്റെ പുനർജന്മം. ഈ ജന്മത്തിൽ പൗർണമിയുടെ അന്നാണ് നീ ജനിച്ചത്. എന്നാൽ ഈ ലോകത്തിന് നിന്റെ ജന്മം വെറും നിഗൂഢം. നിന്റെ ഈ മനുഷ്യജന്മമുഖം അത് മുഖമല്ല, മുഖം മൂടിയാണ്. ആ മുഖം മൂടി പറിച്ചെടുത്ത് കളഞ്ഞ് നിന്റെ സംശയങ്ങളെല്ലാം തീർത്ത് നീ ആരെന്നറിയാനുള്ള തിടുക്കമാണോ? അഷ്ടദിക്പാലകരുടെയും അധിപതി, കപാല നേത്രന്റെ കണ്ഠാഭരണത്തിന്റെ വംശാവലിയാണ് നീ. ആ കുലത്തിന്റെ തന്നെ രാജാവാണു നീ. രാജാവെന്ന സ്ഥാനം നിനക്കുണ്ടെങ്കിലും അത് താനാണെന്നറിയാത്ത ശാപഗ്രസ്തനാണു നീ. ദുർജനങ്ങളുടെ കയ്യിലകപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വന്ന ഹതഭാഗ്യനാണു നീ. നിന്റെ കിരീടത്തിലുള്ള മാണിക്യം തേടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വെറും ഒരു ശാപഗ്രസ്തനായ രാജാവാണു നീ. നിങ്ങളിത് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേയില്ല. നിനക്കിത് മനസ്സിലായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഘോരമായ അനർത്ഥങ്ങളാണ്. നിന്റെ പുനർജന്മത്തിന്റെ ഉദ്ദേശം കഴിഞ്ഞ ജന്മത്തിൽ നിന്നെ കൊന്നവരെ നശിപ്പിക്കാൻ. ആദിശേഷനെ ഞാൻ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഇതെനിക്ക് കിട്ടുമായിരുന്നില്ല. ഇതിന്റെ ശക്തിയും എനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഇത് എന്റെ 7 ജന്മങ്ങളുടെ സാധനയാണ്. ഇതെന്റെ പുനർജന്മമാണെന്ന് എനിക്കങ്ങനെ ശരിക്കും തോന്നുന്നില്ല. സത്യമാണ്, നിന്റെ ജന്മം പോലെ സത്യമാണ്. ജനിച്ച ഉടനെ പുറത്തൊരു മറുകുണ്ടായിരുന്നു.
എന്നോ ഒരിക്കൽ ആരോ ഒരാൾ വന്ന് നിന്നെ കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് നീ. നിന്റേത് പുനർജന്മമാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദയവേത് ഇങ്ങനെ കള്ളം പറയാൻ നിൽക്കല്ലേ. അയ്യോ, നിന്റെ പേര് ശിവന്റെ ആയുധമായ തൃശൂൽ എന്നുള്ളത് കള്ളമാണ്. നിന്റെ ജനനം പൗർണമിയുടെ അന്നായിരുന്നു എന്നുള്ളതും കള്ളമാണോ? 23 വർഷങ്ങൾ നീ നിന്റേതെന്ന് കരുതിയവർ നിന്റേതല്ല എന്നുള്ളതും കള്ളമാണോ? സംശയമുണ്ടെങ്കിൽ പറയൂ. നിന്നെ പ്രസവിച്ചവളോട് ചോദിക്കൂ. നീ ജനിച്ച സമയമേതെന്ന് ചോദിക്ക്. ആ സമയം പൗർണമിയായിരുന്നോ എന്നും ചോദിക്ക്. ജനിച്ച സമയവും നേരവും എല്ലാം അന്വേഷിച്ച ആർക്കും ഇതൊക്കെ പറയാം. അതിലെന്ത് ഇത്ര വലിയ കാര്യമുള്ളത്? വലിയ കാര്യം. അതിനുള്ള വലിയ കാര്യം നിന്റെ പേരിന്റെ അർത്ഥമാണ്. അത് തന്നെയാണ് നിന്റെ ജന്മത്തിന്റെ ഉത്തരം. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നോക്ക്, നിങ്ങൾ ആവശ്യമില്ലാത്ത വെറുതെ എന്റെ തലയിൽ കയറ്റി വെക്കരുത്. നിനക്കുള്ള സംശയങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. നീ എന്തു തന്നെ ആഗ്രഹിച്ച് കൈ നീട്ടിയാലും അത് നിന്റെ കയ്യിലെത്തിയിരുന്നത് കളവാണ്. ഇത് തന്നെയാണ് സത്യം. ഇത് തന്നെയാണ് ദൈവനിശ്ചയം. ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് അറിവുള്ള എനിക്ക് ഈ ജന്മത്തെക്കുറിച്ച് പറയുവാനാണോ ബുദ്ധിമുട്ട്? ഓ, പുനർജന്മം കുറെ നേരായിട്ട് ഈ വാക്ക് പറയുന്നുണ്ടല്ലോ. പറയ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നത് എനിക്കൊന്ന് പറഞ്ഞതാ. അറിയണോ നിനക്ക്? കഴിഞ്ഞ ജന്മത്തിൽ നീ ആരായിരുന്നു എന്ന് അറിയണോ? നീ ഈ പ്രപഞ്ചവാസിയല്ല, ആ മഹാലോകത്തിന്റെ അധിപതി. ലോകത്തിൽ നീ മഹാരാജാവ്, മന്ത്രിമാരും സൈനികരും പ്രജകളും ഉണ്ടായിരുന്നു. ആ രാജ്യത്തെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുമായിരുന്നു. മഹാവീരൻ, സകല കലാ വല്ലഭൻ, സുരസുന്ദരനായിരുന്നു. ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ചവൻ. സമസ്ത രാജാക്കന്മാരും അസൂയയോടെ നോക്കിയിരുന്ന രാജാവായിരുന്നു നീ. ഈ ലോകത്തിലേക്ക് വന്ന ദുഷ്ടന്മാർ കാരണം ബലിയായവനാണ് നീ. അതെ, നിങ്ങളുടെ ഈ സംസാരം കേൾക്കേണ്ടവനാണ് നീ. ഞാൻ പറയുന്നത് സത്യമാണ്. ആ ലോകത്തിൽ നിന്ന് വന്ന നിനക്ക് അന്യായം സംഭവിച്ച കാര്യം. ഈ ലോകം നിന്റെ ലോകത്തെ പോലെ സുന്ദരമാണെന്ന് കരുതി വന്ന നിനക്ക് ഈ ലോകം ശരിയായ രീതിയിലുള്ള ക്രൂര സ്വഭാവം കാണിച്ചു തന്നു. ശരീരം, മനസ്സ്, സംസാരമെല്ലാം വിഷമയമായ മനുഷ്യരുടെ ദൃഷ്ടി നിന്റെ ലോകത്തെ മാണിക്യത്തിൽ വീണു. അന്ന് ആ നാഗമാണിക്യത്തിന് വേണ്ടി 7 പേരുമായി നാഗവനത്തിലേക്ക് പോയി. മഹാബലശാലി, എല്ലാം അറിയുന്നവൻ, മരണമില്ലാത്തവൻ. നിന്റെ മുൻപിൽ 100 പേർ വന്നാലും എതിർത്ത് പോരാടി യുദ്ധം ചെയ്ത് ജയം കൈവരിക്കുന്ന മഹാവീരൻ. ഈ ദിഗ്വിജയന് തോൽവി എന്നത് എന്താണെന്ന് പോലും അറിയില്ല. പേരിൽ തന്നെ വിജയം കൊണ്ട് നടക്കുന്നവനാണ് ഞാൻ. വിട്ടുകളയുമോ? ദുഷ്ടമനുഷ്യർ, നീ അവർക്ക് നൽകിയ പ്രാണഭിക്ഷയുടെ ബലത്താൽ നിന്നെ തന്നെ ചതിച്ചു കൊന്നുകളഞ്ഞു ആ ദുഷ്ടമനുഷ്യർ. അവർ കൂട്ടം ചേർന്ന് നിന്റെ മേൽ വെടിയുതിർത്ത് ഹൃദയം പിളർത്തി നിന്നെ അതിക്രൂരമായി അവർ വധിക്കുകയായിരുന്നു.
ആര്? ആരാത്? എന്നെ കൊന്നത് ആരാണെന്ന്? ഞാൻ തന്നെ. എന്നെ എന്തിനാ കൊന്നത്? എല്ലാം ഈ നാഗമാണിക്യത്തിന് വേണ്ടി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ ഏത് ലോകത്തുള്ളവനാ? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എങ്ങനെയാ മരിച്ചേ? എന്റെ ഈ പുനർജന്മം എന്തിനാ? പറഞ്ഞില്ലേ നീ നല്ലൊരു ആത്മാവായിരുന്നുവെന്ന്. നിന്റെ മുൻപിൽ വലിയൊരു ലക്ഷ്യം തന്നെയുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ വലിയൊരു ലോകം തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാനും കാത്തിരിക്കുകയാണ്. നാഗമാണിക്യത്തിന്റെ ശക്തി എന്റെ കയ്യിൽ വന്ന് ചേരുന്ന ദിവസത്തിനായി. അതിനുവേണ്ടിയല്ലേ മകനെ പോലെ വളർത്തിയവനെ വരെ കൊന്നു തള്ളിയത്, സ്നേഹിതന്മാരെ അകറ്റിയത്. ഓ, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത്? എന്തിനു വേണ്ടി എനിക്ക് 2 ജന്മം തന്നത്? അതാണ് നിന്റെ ലക്ഷ്യം, നിന്റെ മോക്ഷത്തിലേക്കുള്ള മാർഗം. നീ നഷ്ടമാക്കിയ മാണിക്യം തിരിച്ചു പിടിച്ചാൽ മാത്രമേ നിനക്ക് നഷ്ടമായ നിന്റെ ലോകം നിനക്ക് തിരികെ ലഭിക്കൂ. നിന്നെ കൊന്നവരുടെ മരണം സംഭവിക്കണം. നീ അവരെ ഉന്മൂലനം ചെയ്യണം. നിന്റെ ലോകത്തേക്ക് നീ തിരികെ പോകണം. എനിക്ക് നഷ്ടപ്പെട്ടത് എന്താ? എന്റെ ലോകം ഏതാ? ഞാൻ ആരാണ്? എന്നെ കൊന്നു കളഞ്ഞവർ ആരൊക്കെയാ? നീ നഷ്ടപ്പെടുത്തിയത് ലോകമായ ലോകമെല്ലാം തനിക്ക് വേണമെന്ന് പറയുന്ന രത്നമാണ്. ദുഷ്ടശക്തികൾ നിന്നെ കൊന്ന് കൈക്കലാക്കി അമൂല്യ മുകുടം. ഓ ദൈവമേ, നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയും. എന്നെ കൊന്നവരാരാണ്? ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത്? ഇപ്പോഴെന്താണ് ഞാൻ നേടിയെടുക്കേണ്ടത്? ഇത്രമാത്രം പറയുവാനാണ് എനിക്ക് തൃക്കണ്ണനിൽ നിന്നും അനുവാദം ലഭിച്ചിരിക്കുന്നത്. നിന്റെ പൂർവ്വജന്മത്തെ പറ്റി നീ തന്നെ അറിഞ്ഞുകൊള്ളുക. നിന്റെ കഴിഞ്ഞ ജന്മത്തെ പറ്റി അറിയൂ. എന്റെ പൊന്നു മനുഷ്യ, അല്ല നിങ്ങൾ ആര്? എന്റെ തലയിൽ കയറി എന്തിനിങ്ങനെ ചൊറിയാൻ നിൽക്കുന്നേ? ഈ ജന്മത്തിൽ തന്നെ തീരാത്ത പ്രശ്നങ്ങളുണ്ട്. അത് തന്നെ ഇതുവരെ തീർക്കാൻ പറ്റിയില്ല. അതിന്റെ ഇടയിലാണ് കഴിഞ്ഞ ജന്മത്തിലുള്ള പ്രശ്നങ്ങളും കൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. എന്നൊന്ന് ദയവ് ചെയ്ത് വിട്ടേക്ക്. നിന്റെ കഴിഞ്ഞ ജന്മത്തിലെ പ്രശ്നങ്ങൾ നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിലെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളേ അല്ല. എന്റെ വാക്ക് കേൾക്കൂ. കേൾക്കില്ല. എന്ത് ചെയ്യും നിങ്ങള്? എന്റെ ഒരു കഷ്ടം നോക്കണേ. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാ പ്രശ്നങ്ങളൊക്കെ മാറൂന്ന് കരുതി വന്നപ്പോ അതിന് സമ്മതിക്കില്ലല്ലോ. എന്റെ മുമ്പിൽ നിന്നൊന്ന് മാറിയെന്നേ. എങ്ങോട്ടാണ് പോകുന്നത്? വീണ്ടും വന്നേ മതിയാകൂ. നിന്റെ പ്രശ്നങ്ങൾ നിന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ നിനക്ക് വന്നേ മതിയാകൂ. പരമേശ്വരന്റെ പരീക്ഷകൾ കൂടിക്കൂടി വരുമ്പോൾ നീ വീണ്ടും വന്നേ മതിയാകൂ. നോക്ക് നോക്ക്, താമസിച്ചു കഴിഞ്ഞാൽ ദുഷ്ടർ നിന്റെ അരികിലേക്കെത്തും. ഞാൻ പറയുന്നത് സതുദ്ദേശമായി എടുത്തുകൊള്ളുക. ഉദ്ദേശം ഒന്ന് മാത്രം, ശക്തി നേടുക. അതിന് തടസ്സമായി നിൽക്കുന്നത് നാഗങ്ങളാണെങ്കിൽ കൊന്ന് തള്ളിയിരിക്കും. നിന്റെ ജന്മത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കോ. ഭൂലൈനാഥന്റെ അറിയിപ്പ് മനസ്സിലാക്ക്. വിശ്വസിക്കാത്ത മനസ്സ്, എന്നാലോ സംഭവിക്കുന്നതെല്ലാം സത്യങ്ങൾ. ജയ് ഭോലേനാഥ. ഹലോ, എന്തു പറ്റി സാർ? പേടിപ്പിക്കാത്ത തന്നെ പേടിക്കുന്നയാള് ഇപ്പൊ പേടിപ്പിച്ചിട്ടും പേടിക്കുന്നില്ലല്ലോ. എന്തു പറ്റി? ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ ബന്ധത്തെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? നമ്മുടെ അടുത്ത ചുവട് എന്തായിരിക്കും വേണം? ഓ, അതെന്താണെന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിച്ച് താൻ ഇവിടെ നിൽക്കുമായിരുന്നോ? അതിനെന്താ, ആദ്യം പരിചയപ്പെട്ടു, പിന്നെ പ്രണയം, പിന്നീട് എപ്പോഴെങ്കിലും കല്യാണം, അത്ര തന്നെ. അത് പറയാൻ തന്നെ ഞാനും വന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണക്കാര്യം വീട്ടിൽ സംസാരിക്കണം. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം.